സ്വർണ്ണമുട്ടയിടുന്ന താറാവ് പെണ്ണിനെ കിട്ടിയപ്പോൾ ധനികനായി മാറിയ ഒരു യുവാവിൻ്റെ കഥയാണ് കേട്ടോ പറയുന്നത്. ഒരിടത്തൊരിടത്ത് ഒരു അമ്മുമ്മയുണ്ടായിരുന്നു. അവരുടെ ഏക മകനാണ് ജാക്ക്. പെരുമാറ്റം കൊണ്ടും സ്വഭാവം കൊണ്ടും ആ നാട്ടിലെ സുന്ദരന്മാരായ ചെറുപ്പക്കാരെക്കാൾ മുന്നിലായിരുന്നു ജാക്ക്. തലയിൽ കൂർമ്പൻ തൊപ്പിയും കാലിൽ ഉയരമുള്ള ചെരുപ്പും മഞ്ഞ് പോലെ വെളുത്ത തൂവാലയും എന്നിവ കൂടാതെ ദൂരയാത്രയ്ക്ക് ഒരു ഭീമൻ താറാച്ചെറുക്കനും അവർക്ക് കൂട്ടായി ഉണ്ടായിരുന്നു. എത്ര ദൂരം വേണമെങ്കിലും അമ്മുമ്മയെയും ജാക്കിനെയും പുറത്ത് വെച്ച് താറാച്ചെറുക്കൻ പറന്നുയരുമായിരുന്നു. എന്നാൽ തൻ്റെ അരുമയായ താറാവിന് ഒരു ഇണയില്ലാത്തതിനാൽ അത് വളരെ ദുഃഖിതനാണ് എന്ന് അമ്മുമ്മയ്ക്ക് തോന്നി. അവർ പിറ്റേന്ന് തന്നെ ചന്തയിൽ പോയി ഒരു ഉഗ്രൻ താറാപ്പെണ്ണിനെ കൊണ്ടുവരാൻ ജാക്കിനോട് ആവശ്യപ്പെട്ടു. ജാക്ക് അങ്ങനെ ചന്തയിലേക്ക് യാത്ര തിരിച്ചു. കൊടുങ്കാട് കഴിഞ്ഞ് വേണം ചന്തയിലെത്താൻ. മാനം മുട്ടുന്ന മരങ്ങളും തലയാട്ടിച്ചിരിക്കുന്ന പൂക്കളെയും കണ്ട് ജാക്ക് അങ്ങനെ നടന്ന് പോയി. പെട്ടെന്നാണ് ജാക്ക് അത് കണ്ടത്. മാലാഖയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കൊള്ളക്കാർ ആക്രമിക്കുന്നു. ഉച്ചത്തിൽ കൂവിയും ചീത്ത വിളിച്ചും അവൻ അവരെ ആട്ടിപ്പായിച്ചു. പെൺകുട്ടി വല്ലാതെ പേടിച്ചിരുന്നു. കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ തുടച്ച് അവൾ ജാക്കിനോട് നന്ദി പറഞ്ഞു. കാടിനടുത്തുള്ള പട്ടണത്തിലെ ധനികന്റെ മകളായിരുന്നു ആ പെൺകുട്ടി. അവൾക്ക് ആ കാട്ടിൽ നിന്ന് ചന്തയിലേക്ക് പോകുന്ന വഴി അറിയാമായിരുന്നു. അവളുടെ സഹായത്തോടെ അങ്ങനെ ജാക്ക് ചന്തയിലെത്തി. പിരിയാൻ നേരം ആ പെൺകുട്ടി ജാക്കിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്നാൽ മറ്റൊരിക്കൽ വരാമെന്ന് സമ്മതിച്ച് ജാക്ക് ചന്തയിലേക്ക് പോയി. സമയം വൈകിയതിനാൽ ചന്തയിലെ നല്ല താറാവുകളെല്ലാം വിറ്റുപോയിരുന്നു. ശേഷിക്കുന്ന ഒരു താറാവ് പെണ്ണിനെയും എടുത്ത് ജാക്ക് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. മടിച്ചിയായ താറാവിനെ നടത്തിച്ചും തോളിലെടുത്തും അവൻ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി. എന്തായാലും അമ്മുമ്മയ്ക്കും താറാച്ചെറുക്കനും സന്തോഷമായി. താറാച്ചെറുക്കനും താറാപ്പെണ്ണും പൂന്തോട്ടത്തിലെല്ലാം കൊക്കുരുങ്ങി ഓടി നടന്നു കളിച്ചു നടന്നു. എന്നാൽ ജാക്കിൻ്റെ ഓർമ്മയിൽ നിന്നും ആ സുന്ദരി പെൺകുട്ടിയുടെ മുഖം മാഞ്ഞുപോയതേയില്ല. ഒരു ദിവസം രാവിലെ വീടിനടുത്തുള്ള പൊയ്കയുടെ അടുത്തെത്തിയപ്പോൾ ജാക്കിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അതാ താറാപ്പെണ്ണ് ഒരു സ്വർണ്ണമുട്ടയിട്ടിരിക്കുന്നു. അവൻ മുട്ടയുമായി അമ്മുമ്മയുടെ അടുത്തെത്തി. ഇത് വേഗം ചന്തയിൽ കൊണ്ടുപോയി വിൽക്കണം, നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറും, അമ്മുമ്മ ജാക്കിനോട് പറഞ്ഞു. ജാക്ക് ഉടനെ തന്നെ ചന്തയിലെത്തി ആ സ്വർണ്ണമുട്ട വിറ്റു. കിട്ടിയ പൈസ കൊണ്ട് നല്ല കുപ്പായമൊക്കെ വാങ്ങിയിട്ട് അവൻ പെൺകുട്ടിയുടെ വീടന്വേഷിച്ചു പോയി. ഒടുവിൽ അവൻ ആ മണിമാളിക കണ്ടെത്തി. എന്നാൽ ജാക്കിനെ അവിടുത്തെ പരിചാരകർ തടഞ്ഞു. അവരെ അവൻ തൻ്റെ കയ്യിലെ പണം കൊടുത്ത് വരുത്താക്കി പെൺകുട്ടിയുടെ അച്ഛനെ കണ്ട് മകളെ തനിക്ക് വിവാഹം കഴിച്ചു നൽകണമെന്ന് അറിയിച്ചു. എന്നാൽ അയാൾ ദേഷ്യത്തോടെ അവനെ കുതിരെ തല്ലി. ഇത് കണ്ട പെൺകുട്ടി കരഞ്ഞ് ഓടിച്ചെന്ന് ജാക്കിനെ വിട്ടയക്കാൻ പിതാവിനോട് ആവശ്യപ്പെട്ടു. അയാൾ ജാക്കിനെ വിട്ടയച്ചു. നിരാശയോടെ വീട്ടിൽ മടങ്ങിയെത്തിയ ജാക്കിന് വല്ലാത്ത ദേഷ്യവും സങ്കടവും വന്നു. എന്നാൽ അവൻ്റെ സങ്കടം അധികനാൾ നീണ്ടു നിന്നില്ല. താറാപ്പെണ്ണ് എന്നും അവന് സ്വർണ്ണമുട്ട നൽകിക്കൊണ്ടിരുന്നു. അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അവൻ ആ നാട്ടിലെ ഏറ്റവും വലിയ ധനികനായി തീർന്നു. വൈകാതെ ഇത് പെൺകുട്ടിയുടെ പിതാവും അറിഞ്ഞു. അയാൾ തൻ്റെ തെറ്റിനെ മാപ്പപേക്ഷിച്ച് മകളെ ജാക്കിന് വിവാഹം ചെയ്തു കൊടുത്തു. അവരങ്ങനെ കാലങ്ങളോളം സന്തോഷമായി സുഖമായി ജീവിച്ചു.